മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണ്. ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലി വീണിരിക്കുക. വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റി വീണതാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. വേലൂര് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനിയും താൻ നുണ പറഞ്ഞാൽ കൂടച്ചക്കയേക്കാൾ കൂടുതൽ കുഴയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് ഭയന്ന് അവൾ ഓടി. പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? ഭയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ. അതുകൊട്ടെ, പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? இந்த കോവണിയിലൂടെ. കോണിപ്പടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിലിருக்கு സാർ. ആ വാതിൽ തുറന്നിരുന്നു. ഉവ്വ് സാർ. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ? പറ. വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നു? വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു. പറയാം പറയാം.
മൈഥിലി എന്തോ വേഷം കെട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വേഷം കെട്ടി പേടിപ്പിച്ചിട്ടുണ്ടോ? ശങ്കരേട്ടന്റെ ഭാര്യ ഉഷയെ. കൃഷ്ണൻ നായർ പറഞ്ഞു ഉഷയെ പേടിപ്പിക്കാൻ, അല്ലേ? വേലുവിന് കൃഷ്ണൻ നായർ എങ്ങനെ അറിയാം? എന്നെ അണിമംഗലത്ത് കൊണ്ട് ചേർത്തത് കൃഷ്ണൻ സാറാണ്. പണ്ട് ഇടയ്ക്ക് പൈസ ഒക്കെ തരാറുണ്ടോ? തരും. ഉഷയെ ഭയപ്പെടുത്തിയത് എന്തെന്നു? 500 രൂപ. ഉഷയുടെ മരണം മെഡിക്കൽ നെഗ്ലിജൻസോ വെറും കയ്യബദ്ധമോ അല്ല, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകമായിരുന്നു. വളരെ സമർത്ഥമായി നിങ്ങൾ വേലുവിനെ ഉപയോഗിച്ചു. വീഴ്ചയിൽ ആ സ്ത്രീ മരിക്കാത്തതുകൊണ്ട് ആ കർമ്മം നിങ്ങൾ നേരിട്ട് നിർവഹിച്ചു, അല്ലടോ? എന്ത് ലാഭത്തിന് വേണ്ടിയാ നിങ്ങളത് ചെയ്തത്? അണിമംഗലം കുടുംബത്തിന്റെ ഭൂരിഭാഗം സ്വത്തിന്റെയും, അതായത് 70% അവകാശി ശങ്കരേട്ടനാണ്. ശങ്കരേട്ടനാണെങ്കിൽ കുട്ടികളില്ല, ഭാര്യ നിത്യരോഗി. അവരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ... അതല്ല, ഉഷ അവരുടെ അടുത്ത ബന്ധത്തിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അവര് വളരെയേറെ നിർബന്ധിച്ചത് കൊണ്ടാണ് ശങ്കരേട്ടൻ അതിന് സമ്മതിച്ചത്. അതോടെ 70% സ്വത്തിനും പുതിയ നാഥനായി. ആകെ ഒരു ശല്യം ആ സ്ത്രീ ആയിരുന്നില്ലേ? ആ ശല്യം കൂടെ നീങ്ങി കിട്ടിയാൽ ശങ്കരേട്ടനെ തുള്ളിക്കാനുള്ള താളമൊക്കെ ഡോക്ടർക്കറിയാം. ഹോസ്പിറ്റലോ റിസോർട്ടോ ചുളുവിലേക്ക് എന്താ സഹായിച്ചുകൂടാത്തത്? എന്തൊരു ജാതകമാടോ തന്റെയൊക്കെ. ഇനി പറ, മൈഥിലിയുടെ മരണവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? സത്യമായിട്ട് ഒരു ബന്ധവുമില്ല സാർ. ചാക്കോ, ഗെറ്റ് ഗോയിങ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എന്താ കാര്യം? അതൊക്കെ പറയാം, ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി. CBIക്ക് കിട്ടിയ വിവരം അനുസരിച്ച് മരണം നടന്ന ദിവസം രാത്രി അണിമംഗലത്തുണ്ടായിരുന്നത് 5 പേരാണ്. അതിൽ മൈഥിലിയെ ഒഴിവാക്കിയാൽ ബാക്കി അനിത, രശ്മി, ലക്ഷ്മി അമ്മ, മായ. ഈ പറഞ്ഞ 4 പേരുടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലുമോ സഹായം ഈ കേസിലെ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. CBIക്ക് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ അതാരാണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാവും. നിങ്ങൾ പോലീസിലോ CBIക്കോ കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ മറന്നുപോയതോ വിട്ടുപോയതോ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ അന്ന് രാത്രി നടന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഷുവർ? ഷുവർ. വെരി ഗുഡ്. ഒരു ചോദ്യം ശങ്കരേട്ടനോട് ചോദിക്കാനുണ്ട്. ആ ദിവസം ശങ്കരേട്ടൻ എപ്പോഴാ തിരുവനന്തപുരത്ത് നിന്ന് വന്നത്? രാവിലെ. അല്ല, ഉച്ചയ്ക്ക്. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊട്ടെ. അണിമംഗലത്തെ ദോഷം കൊണ്ട് പലരും മരിച്ചെന്ന് പറഞ്ഞല്ലേ? ആരൊക്കെയാ അവര്? സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ ആ പെൺകുട്ടി. ഒരു പേര് വിട്ടുപോയല്ലോ, ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ. അത് വിട്ടു. ലക്ഷ്മി അമ്മയുടെ ഹസ്ബൻഡ് അല്ലേ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചത്? അതെ. മരിക്കുമ്പോ അളിയൻ വലിയ കടബാധ്യതക്കാരനായിരുന്നു അല്ലേ? അതെ. എങ്ങനെയാ വലിയ കടക്കാരനായത്? അറിയാൻ പാടില്ലാത്ത പല ബിസിനസ്സും ചെയ്ത് ഒക്കെ തൊലച്ചു. അച്ഛന്റെ സ്വത്തും സമ്പാദ്യവും അണിമംഗലത്തെ അമ്മയുടെ ഷെയറും എല്ലാം പോയി. ഇവൻ വെറുതെ കൊടുത്ത 5-6 ലക്ഷവും കളഞ്ഞു. പിന്നെ കടം വാങ്ങാൻ തുടങ്ങിയല്ലേ? അതെ. മായ എന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ? അച്ഛന് വേണ്ടി ഇവളും കുറെ കടം വാങ്ങി. ആരിൽ നിന്ന്? ഫ്രം മൈ ഫ്രണ്ട്. അതാരാ ഫ്രണ്ട്? അഖിലേഷ്. അഖിലേഷ് ഓട്ടോ ഫൈനാൻസ്, അഖിലേഷ് ഫൈനാൻസ്, അഖിലേഷ് എക്സ്പോർട്സ്. അഖിലേഷ് ആണോ പണം തന്നത്?
അതെ. എന്നിട്ട് ആ പണം തിരികെ കൊടുത്തോ? ആ, കൊറേ കൊടുത്തു. തിരികെ കൊടുക്കാൻ എവിടെ നിന്ന് പണം കിട്ടി? ആര് തന്നു? ഇയാളാണോ പണം തന്നത്? ഇയാളെ എനിക്കറിയില്ല. ഞാൻ പണം വേലുവിന്റെ കയ്യിലാ കൊടുത്ത്. വേലു വഴിയാണോ പണം കടം വാങ്ങിയത്? അല്ല. പിന്നെ കടം വിട്ടാനുള്ള പണം ഇവിടുന്ന് കിട്ടി. ആചാരി കൊടുത്ത പണം വേലു വഴി വാങ്ങിയിട്ടുണ്ട്, കടം തീർത്തിട്ടുണ്ട്. അല്ല സാർ, ഒരു ഡൗട്ട്. ആളെ നേരിട്ടറിയാതെ പരിചയമില്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇക്കാലത്ത് ആരെങ്കിലും കടം കൊടുക്കുമോ? സെക്യൂരിറ്റി ഇല്ലെന്നാര് പറഞ്ഞു? സെക്യൂരിറ്റി ഇല്ലേ ആചാരി? ശരി, മായ വാങ്ങിയില്ല. വേറെ ആരെങ്കിലും വാങ്ങിയോ? ഇവരിങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ ചാക്കോ? മിണ്ടിയെ തീരൂ സർ. ചാക്കോ, അതിഞ്ഞെടുത്തേ.